സാധാരണ സിനിമകളിൽ കാണാറുള്ളത് മെയിൽ വില്ലന്മാരെയാണ്. എന്നാൽ അതിന് വിപരീതമായി പണ്ട് മുതൽ തന്നെ ചില സംവിധായകന്മാർ തങ്ങളുടെ സിനിമകളിൽ ഫീമെയിൽ വില്ലന്മാരെ കൊണ്ടുവരാറുണ്ട്. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സിനിമയുടെ ഗതി തിരിച്ചുവിടാനും സസ്പെൻസ് കൂട്ടാനും ഇത്തരം ട്രിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരത്തിൽ പല പല കാലങ്ങളിൽ മലയാളത്തിലെ ചില സംവിധായകർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച 5 ഫീമെയിൽ വില്ലന്മാരെയാണ് പരിചയപ്പെടുത്തുന്നത്. 1. മേഴ്സി വരീദ്. ആ കരാളരാത്രി എന്ന കന്നഡ സസ്പെൻസ് ത്രില്ലർ മൂവിയുടെ റീമേക്കായ പകലും പാതിരാവും എന്ന സിനിമ കണ്ടവർക്കാർക്കും മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് മേഴ്സി വരീദ്. മറ്റ് പല കാരണങ്ങൾ കൊണ്ടും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ സിനിമയിൽ മേഴ്സി എന്ന ക്യാരക്ടർ അതിശക്തമായ ഒരു ക്യാരക്ടർ മേക്ക് ഓവർ ആയിരുന്നു. എല്ലാത്തിനോടും നെഗറ്റീവായി പ്രതികരിക്കുന്ന അതിഭയങ്കര നെഗറ്റീവ് ക്യാരക്ടർ. ഇത്തരത്തിലുള്ളൊരു ക്യാരക്ടറായാണ് മേഴ്സി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരുപാട് കാലങ്ങളായി സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിൽ അമർന്നുപോയ ജീവിതം, പുറമെ പലിശയ്ക്ക് കടം വാങ്ങിയവരിൽ നിന്നുള്ള ഭീഷണി, അഴിക്കും തോറും വീണ്ടും മുറുകിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളാണ് കാലക്രമേണ മേഴ്സി എന്ന ഈ ക്യാരക്ടറിന്റെ രൂപീകരണത്തിന് വഴിതെളിക്കുന്നത്. പല സീനുകളിൽ പല ഡയലോഗുകളിലായി ഇനിയും മുന്നോട്ട് ജീവിക്കാൻ യാതൊരു പ്രതീക്ഷകളുമില്ലാതെ നിരാശ നേരിച്ച മേഴ്സി എന്ന ക്യാരക്ടറിനെ നമുക്ക് നന്നായി വായിച്ചെടുക്കാം. ബോർഡറിലുള്ള ഒറ്റപ്പെട്ട ഒരു വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. പൊടുന്നനെ എത്തുന്ന മാവോയിസ്റ്റ് ഭീഷണി അവിടുത്തെ ലോക്കൽ പോലീസിനെ കുറച്ച് അലർട്ടാക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു വൈകുന്നേരം അവരുടെ വീട്ടിൽ നനച്ചിരിക്കാതെ ഒരു അതിഥി എത്തുന്നു. മറ്റു വഴികളില്ലാതെ അയാൾക്ക് അന്ന് ആ വീട്ടിൽ തങ്ങേണ്ടി വരുന്നു. മുന്നോട്ട് ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷകളുമില്ലാതിരുന്ന മേഴ്സിക്ക് പണം വല്ലാത്തൊരു ഭ്രമമായിരുന്നു. അതിഥിയുടെ കയ്യിൽ തനിക്ക് വേണ്ട പണം ഉണ്ടെന്നറിയുന്ന മേഴ്സി അയാളെ കൊന്ന് ആ പണം കൈക്കലാക്കാൻ തീരുമാനിച്ചു. വീട്ടുകാരോടും ചട്ടം കിട്ടുന്നു. പല പല രീതികളിൽ അവൾ അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അയാൾ തന്റെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു. അതോടുകൂടെ അയാളെ കൊല്ലാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കുന്ന വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ വെട്ടുകത്തിയുമായി ഉറങ്ങിക്കിടക്കുന്ന അയാളെ കൊല്ലുന്ന മേഴ്സി മലയാള സിനിമ ഇതുവരെ കാണാത്തൊരു സ്ത്രീ നെഗറ്റീവ് കഥാപാത്രത്തെ കാണിച്ചു തരികയായിരുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന അവർക്ക് നന്നേ അപരിചിതനായ ചെറുപ്പക്കാരൻ്റെ പണമടങ്ങുന്ന ബാഗ് കൊന്നതിൻ്റെ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ പരതുന്നതിനിടയിൽ അവർ കണ്ടെത്തുന്നത് വലിയൊരു സത്യമാണ്. ആ അപരിചിതൻ മറ്റാരുമായിരുന്നില്ല. അതുവരെയുള്ള തന്റെ ജീവിത സമ്പാദ്യങ്ങളുമായി തന്റെ വീട്ടുകാരെ കാണാൻ വന്ന വർഷങ്ങൾക്ക് മുൻപ് വീട് വിട്ടുപോയ അവരുടെ ഒരേ ഒരു മകനായിരുന്നു. ആ വേദന ആ മാതാപിതാക്കളെ ഏറെ കുത്തിനോവിക്കുന്നു. പോലീസിൽ പറയാൻ അവർ ഒരുമ്പെടുന്നു. എന്നാൽ പണത്തിനോടുള്ള ആർത്തി അവളെ കൊണ്ട് അതും ചെയ്യിക്കുന്നു. ആ മാതാപിതാക്കളും നിമിഷ നേരം കൊണ്ട് അവളുടെ കത്തിക്കിരയാകുന്നു. ഇത്രയും വലിയ ഈ വില്ലത്തിയെ അവതരിപ്പിച്ച് തകർത്തത് രജിഷ വിജയനാണ്. 2. ഷേർലി സോമസുന്ദരം. പാപ്പൻ എന്ന സിനിമ ഉദ്യോഗജനകമായ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയായിട്ടാണ് എല്ലാവരും കാണാൻ ആരംഭിക്കുന്നത്. തുടക്കത്തിലെ തന്നെ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ക്യാരക്ടേഴ്സും സംഭവങ്ങളുമെല്ലാം സ്ക്രീനിലേക്ക് കയറി വരുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു എൻഡിങ് ഈ മൂവിക്കുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ മൂവിയുടെ സെക്കൻഡ് ഹാഫ് വരെ അധികമാരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാതെ ഫ്രെയിമിൽ വന്നും പോയും വരുന്ന ഒരു കഥാപാത്രമാണ് ഷേർലി സോമസുന്ദരം. സാധാരണ ഒരു മർഡർ നടന്നാൽ പോലീസ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് മൃതദേഹം നേരെ എത്തുന്നത് പോസ്റ്റ്മോർട്ടത്തിനായി ഒരു പോലീസ് ഫോറൻസിക് സർജന്റെ മുന്നിലേക്കാണ്. പിന്നീട് ഫോറൻസിക് സർജൻ തന്റെ ഫൈൻഡിങ്സും ഒബ്സർവേഷൻസും എക്സ്പീരിയൻസും ചേർത്ത് തയ്യാറാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ വലുതായി തന്നെ സഹായിക്കും. ഈ കേസിലെ രസകരമായ കാര്യം മറ്റൊന്നുമല്ല, ഫോറൻസിക് സർജനായി എത്തുന്ന ഷേർലി സോമസുന്ദരം താൻ വളരെ ഭംഗിയായി പ്ലാൻ ചെയ്ത് കൊന്നുതള്ളിയ ആളുകളുടെ മൃതദേഹങ്ങൾ തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഷേർലി സോമസുന്ദരമായി കഥയിലെത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ ആശാ ശരത്താണ്. തന്റെ ഉള്ളിലടക്കി വെച്ചിരിക്കുന്ന പ്രതികാരദാഹത്തെ ഒരിക്കൽ പോലും പുറത്തു വരാൻ അനുവദിക്കാതെ മറ്റെല്ലാവരെയും പോലെ താനും സീരിയൽ കില്ലറിന്റെ അടുത്ത ഇരയായിത്തീരുമോ എന്ന് സംശയിച്ചിരിക്കുന്നതായി ബോധ്യപ്പെടുത്താനുള്ള ആശാ ശരത്തിന്റെ അഭിനയ മികവ് എടുത്തു പറയേണ്ടതാണ്. തന്റെ പ്രതികാരദാഹം ശമിപ്പിക്കാൻ സ്വന്തം പേര് പോലും മാറ്റിയ ബെനീറ്റ ഐസക് ജോൺ പുത്തൻപുരയ്ക്കൽ എന്ന ഇപ്പോഴത്തെ ഷേർലി സോമസുന്ദരം തന്റെ ആദ്യകാല ഇരകളായി തിരഞ്ഞെടുക്കുന്നതും സ്വന്തം കുടുംബാംഗങ്ങളെയാണ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പോലീസിന്റെയും കണ്ണിൽ യാതൊരു സംശയത്തിനും ഇടകൊടുക്കാത്ത രീതിയിൽ ക്രൈം എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സീരിയൽ കില്ലറിന്റെ പരിവേഷം ആശാശരത്തിന് നന്നായി യോജിക്കുന്നുണ്ട്. 3. ലക്ഷ്മിയമ്മ. CBI ഡയറിക്കുറിപ്പ് എന്ന പരമ്പരയിലെ ആരും മറക്കാത്തൊരു സിനിമയാണ് നേരറിയാൻ CBI. ഒരുപാട് ട്വിസ്റ്റുകളുള്ള ഈ സിനിമയിലെ അവസാനത്തെ വൻ ട്വിസ്റ്റായിരുന്നു ലക്ഷ്മിയമ്മ എന്ന വില്ലത്തി. സ്നേഹനിധിയായി വാത്സല്യം തുളുമ്പുന്ന കഥാപാത്രങ്ങൾ മാത്രം അഭിനയിച്ച് പരിചയിച്ച ബിന്ദു രാമകൃഷ്ണനിലൂടെ സംവിധായകൻ ഒരു പുതിയ വില്ലത്തിയെ ഇവിടെ അനാവരണം ചെയ്യുന്നു. കഥയുടെ അവസാനത്തോടടുക്കുമ്പോൾ കുറ്റവാളിയായി പലരുടെയും മുഖം നമ്മുടെ മുമ്പിൽ തെളിയുമെങ്കിലും ഒരിക്കലും ബിന്ദു രാമകൃഷ്ണന്റെ മുഖം കുറ്റവാളിയുടെ മുഖത്തോട് ചേർത്ത് വയ്ക്കാൻ നമ്മൾ ആരും ധൈര്യപ്പെടുകയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കഥയിലെ മെയിൻ വില്ലത്തിയായി ലക്ഷ്മിയമ്മ അരങ്ങ് തകർത്തത്. 4. അനിത. ഒരു ഗ്രാമത്തിൽ തുടരെ നടക്കുന്ന നരഭോജിയായ പുലിയുടെ നരവേട്ട. ആ പുലിയുടെ ആക്രമണത്തിൽ
പല ജീവനുകളും പൊലിയുന്നു. ഒടുവിൽ ആ പുലിയെ പിടിക്കാൻ ദൂരദേശത്തു നിന്നും 3 നായാട്ടുകാരെ നാട്ടുകാർ കൊണ്ടുവരുന്നു. ആ നായാട്ടുകാർ പുലിയെ കെണിയിൽ വീഴ്ത്താൻ നടത്തുന്ന പരിശ്രമങ്ങളും ആ ഗ്രാമത്തിലെ ചില സാധാരണക്കാരുടെ ജീവിതങ്ങളിലൂടെ എല്ലാമാണ് ശിക്കാരി ശംഭു എന്ന കഥ മുന്നോട്ട് പോകുന്നത്. ഏതൊരു ഗ്രാമത്തിലും ഉള്ളതുപോലെ ഈ ഗ്രാമത്തിനുമുണ്ട് പറയാൻ ചില അന്ധവിശ്വാസ കഥകൾ. ഒടുവിൽ അവർ ചക്ക വീണ് മുയൽ ചത്തതുപോലെ കഥകളിലെ ശിക്കാരി ശംഭുവിനെ പോലെ അവർ ആ പുലിയെ പിടിക്കുന്നു. എന്നിട്ടും പ്രശ്നം അവിടെ കൊണ്ടും തീരുന്നില്ല. പുലിയുടെ നരനായാട്ട് വീണ്ടും തുടരുന്നു. സിനിമ അതിന്റെ എൻഡിലേക്ക് നീങ്ങുമ്പോൾ ആ ക്രൂരനായ പുലിയുടെ കഴുത്തിൽ ഇപ്പോൾ പിടിവീഴുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ മുന്നിലെത്തുന്നത് ആ പുലിയേക്കാൾ ഭീകരമായ പ്രതികാര ദംഷ്ട്രവുമായി രാത്രികാലങ്ങളിൽ തന്റെ ഇരകളെ തേടിയിറങ്ങുന്ന അനിത എന്ന പുലിവേഷം കെട്ടിയ വില്ലത്തിയാണ്. നാട്ടിൽ ഏവർക്കും സുപരിചിതയായ, ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അഭിനയിച്ച് ഫലിപ്പിച്ചത് മറ്റാരുമല്ല, ശിവതയാണ്. 5. ആനപ്പാറ അച്ചാമ്മ. ഗോഡ് ഫാദർ നേതൃത്വത്തിൽ ഫിലോമിന അവതരിപ്പിച്ച ഈ കഥാപാത്രത്തെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഫിലോമിനയുടെ ഗംഭീര വില്ലത്തി പ്രകടനം കഥാപാത്രത്തിന് കരുത്തേകിയിട്ടുണ്ട്. തന്റെ 60-ാം വയസ്സിലും പിടിവലി ഉൾപ്പെടെയുള്ള പല രംഗങ്ങളിലും ഫിലോമിന യാതൊരു മടുപ്പും കൂടാതെയാണ് തന്റെ നെഗറ്റീവ് കഥാപാത്രത്തെ അഭിനയിച്ച് തകർത്തത്.